പാട്ടേതാന്ന് ഒരു മണിക്കൂറുള്ളൂ ഇനി സ്പീഡപ്പ്. ഓക്കെ ബൈ ബൈ. കുരങ്ങൻ പിടിച്ചിട്ട് പോവും. വണ്ടി ഇറക്കി വെച്ചു അല്ലേ. അപ്പൊ ഞങ്ങൾ ഇവിടുത്തെ മാർക്കറ്റിലേക്ക് പോവാണ്. ചിക്കൻ മാർക്കറ്റ്. ചിക്കൻ മേടിക്കാൻ പോവാണ് ഞങ്ങൾ രണ്ടുപേരും കൂടി. ഇതെങ്ങനെയാ? എന്റെ പൊന്നിത് അമർത്താൻ പറ്റണ്ടേ? ആ ഒരു ഹെൽമെറ്റ് ഉള്ളൂ കേട്ടാ. കാക്ക തൂറി. ഇത് മനുഷ്യന്മാരിവിടെ ഇത് ഫുൾ അപ്പിട്ട് വയ്ക്കുന്നു. അപ്പിയല്ലല്ലോ, സോറി, തുപ്പിട്ട് വയ്ക്കുന്നു. ആ ചേട്ടൻ പൊക്കി വയ്ക്കാറുണ്ടാവില്ല. കേക്കണ്ട. ഓക്കെ. മൂക്കും ചെവിക്ക് അടച്ചു വെച്ചിട്ട് പോകാനാ. എന്തായാലും നമുക്ക് നോക്കാം ഇവിടത്തെ ചിക്കൻ മാർക്കറ്റ് എങ്ങനെയുണ്ടെന്ന്. ആ പോരെ 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 പോരെ. സൂഷി ബ്രേക്കൊക്കെ പിടിച്ചോട്ടാ. കുത്തനെയുള്ള ഇറക്കാണ്. അപ്പൊ ഓക്കെ അഞ്ജലി. എന്തി ഗേറ്റ് തുറക്കണം അല്ലേ? എന്നാ അവിടെ കയറി അവിടെ ചെന്നിട്ട് ഗേറ്റ് തുറക്കാം. അപ്പൊ ശരി, ഈ സൈഡത്തെ സാധനം തട്ടോ. ബൈ ബൈ. വഴിയൊന്നും അറിയില്ല ഞങ്ങക്ക്. രണ്ടും കൽപ്പിച്ച് പോവാണ്. ഇരുമ. അയ്യോ, രണ്ടെരുമുണ്ടല്ലോ. അവരൊക്കെ പോട്ടെ, എരുമ പോട്ടെ, എന്നിട്ട് നമുക്ക് പോവാം. കൊറേ ഉണ്ടല്ലോ. ദേവി വീണ്ടും പോണ്. അറിയില്ല. അവര് പൊട്ടിച്ചോടും ദേവി പോണ്. ഞങ്ങള് ഇവിടുത്തെ എരുമേനെ നോക്കി നടക്കായിരുന്നു. ആവില്ല ഇവിടുത്തെ ഓണറോ? അപ്പൊ കയറ് പോലും ഇല്ല. എന്നാലും അതിന്റെ ഒരു ഓണർ ഉണ്ടാവില്ലേ? കഴിഞ്ഞില്ലേ? പോയാ ആരാപ്പാ? ചേട്ടനോടൊന്ന് ചോദിച്ചു നോക്കിയാലോ? ആണോ? അപ്പൊ ആളുടെ ആയിരിക്കും വരുമ്പോ ആടിനെയും കൊണ്ടുവരുന്നു. ഓടിക്കാൻ പറ്റണ്ട. ഞങ്ങള് കൊറേ എരുമ ഫാമൊക്കെ നോക്കി നടന്നു. അപ്പൊ കണ്ടില്ല. ഇന്നിപ്പോ ഒരു എരുമ ഫാമ് കിട്ടിയിട്ടുണ്ട്. അവിടെ പോയി എങ്ങനെയാന്ന് അറിയില്ല. അവിടുത്തെ എരുമകളായിരിക്കും ഇത്. നമ്മള് സൈഡിൽ കൂടെ പോയ എരുമ. ആ ചേട്ടനെന്നോണ ചേട്ടാ ഫ്രണ്ടില് പോണുണ്ടോ? ആളാന്ന് തോന്നുന്നു അതിന്റെ ആള്. എരുമ കുത്തോ? പോണ് ഐശാണല്ലോ ആയിരിക്കും അല്ലേ? അതിന്റെ വഴി ഇതായിരിക്കും. ഞാൻ പറയുന്നത് ക്ലിയർ ആയിട്ട് കേൾക്കണുണ്ടോ എന്നറിയില്ല. നല്ല വെയിലാണ്ടാ, നല്ല സൂപ്പർ വെയിലാണ്. അപ്പൊ ഈ വഴിക്ക് പോവാൻ പോവാണ്. പോട്ടെ, വണ്ടി പോട്ടെ. ആ പോട്ടെ. പുതിയ കാറാണോ? ആരോട് ചോദിക്കണേ? ഈ ചേട്ടനോട് ചോദിച്ചാലോ? നമുക്കിവിടെ ആരും അറിയില്ലല്ലോ. വണ്ടി വാഷ് ചെയ്യുന്ന സ്ഥലം. എന്നിട്ട് പറയാം മുറുകിയല്ലേ കോഴി. ഇവിടെ ചോദിച്ചു ഇവർക്കറിയാം.
ചോദിച്ചു പോവാ. ഏടെ കടയില് നീ പറഞ്ഞോട് ചോദിച്ചോക്കി. मुर्गी का दुकान किधर है? मुर्गी का दुकान आगे आगे ആകെ ഉണ്ടെന്ന് പറഞ്ഞേക്കണം. ഫ്രണ്ടിലുണ്ട്. മുറുകി എവിടെ പോയി? എല്ലാവരും ഇവിടെ ഹമ്പുകൾ ഉണ്ടല്ല. ഹമ്പ് ഉണ്ടായിട്ട് ആൾക്കാർ ഇങ്ങനെ പോട്. ആ എന്നാലും ഭയങ്കര ഒരു കുത്തന്നെ പോലത്തെ ഒരു ഹമ്പാണ് ഇവിടുത്തെ. മുറുകി എവിടെ? മുറുകി ഇവിടെ ഇല്ല, കാണാനില്ല. ഇവിടെ കൊറേ ചേട്ടന്മാര് നിക്കണ്ട്. മുർഗി വാല ദുകാൻ കിധർ ഹൈ? അറിയില്ല. ഇവിടെ എല്ലാവരും ഈ കുഴീനെ കഴിക്കോ? ആ അവർക്ക് ഇഷ്ടപ്പെടണ്ടാവില്ല നമ്മുടെ ക്വസ്റ്റ്യൻ. मुर्गी वाला दुकान इधर किधर है? मुर्गी हाँ अच्छा अभी नहीं मिलेगा? समीर में जब किधर है? ये रास्ता में बोला, इधर किधर है बोला? ഒരു മണിയാവണമെന്നായിരിക്കും. अच्छा अभी किधर जाना पड़ेगा? दूर ओके അവിടെ ഒരു ദുകാനുണ്ട്. ആ അപ്പൊ ഇതിനൊരു സമയം ഉണ്ടാവുമായിരിക്കും ചേട്ടാ. ഈ സമയത്ത് നമുക്ക് തിരിച്ചു പോണായിരിക്കും നല്ലത്. ഓക്കെ നാടൻ കോഴിനെ കൊണ്ട് ചേട്ടൻ നടക്കണേ പിടിച്ചിട്ട് പോയല്ലോ. എവിടെ? പിന്നില് അപ്പൊ ഞങ്ങള് കോഴിക്കട കണ്ടുപിടിച്ചു കൂട്ടാ. അങ്ങനെ നമ്മൾ വന്ന് കോഴീനെ പിടിച്ച് ഇതേ കോഴീനെ മുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കോഴീനെ കൊണ്ട് വീടെത്തുമ്പോഴേക്കും ചോറിന് നേരമാവും. അവരും അന്നേക്കാവുമ്പോ ചെയ്യണമെന്ന് വിചാരിച്ചു. ഗൂഗിൾ പേ അങ്ങനെ നമുക്ക് നമ്മുടെ ചിക്കൻ കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ അവരവിടെ എത്തും, അതിന് മുമ്പ് അവിടെ എത്തണം. ഞങ്ങൾ ഇവിടെ നിന്നാണ് കേട്ടോ ചിക്കൻ മേടിച്ച്. ഈ മാർക്കറ്റിന്റെ പേരും സ്ഥലവും ഒന്നും ഞങ്ങൾക്ക് അറിയില്ല. ഏതോ ഒരു സ്ഥലം കണ്ടുപിടിച്ചിട്ട് പോകുന്നു. അതന്നെ. അതിന്റെ മുകളിൽ വെച്ചോ. വേറെട്ടാ അവരോട് അങ്ങനെ നല്ല പൊരി വെയിലത്ത് അങ്ങനെ പോണ അങ്ങനെ പൊരി വെയിലത്ത് ഞങ്ങള് മുറുകീനെ കണ്ടുപിടിച്ചു. അതെ, മുറുകീനെ കണ്ടുപിടിച്ച് ഞങ്ങൾ നേരെ കോഴിക്കോട് കഴിഞ്ഞ് പോണ വഴി മാത്രം അറിയില്ല. അങ്ങനെ പോണ വഴി മാത്രം അറിയില്ല. പിന്നെ നേരെ ചേച്ചിയൊക്കെ വന്നതിന് മുമ്പ് മുറുകീനെ ഫ്രൈ ആക്കണം. എനിക്ക് തോന്നണില്ല. കുറച്ചെടുത്ത് പെട്ടെന്ന് ചെയ്യാ ചേട്ടാ. Wish that I could stay in this moment.
എത്തി എത്തി കിട്ടി കിട്ടി എവിടെയോ ഒരു കടയിൽ നിന്ന് ഞങ്ങൾ അങ്ങോട്ട് പോയി മാർക്കറ്റ് അറ്റത്ത് പോയി കരിഞ്ഞു പോയി. 4 മണിക്കൊക്കെ തുറക്കുള്ളൂ. എല്ലാം ക്ലോസ്ഡ് ആണ്. പക്ഷെ ഞങ്ങൾ കണ്ടുപിടിച്ച് ചോറ് വെച്ചാ ഉണക്കിയാ. അപ്പൊ അങ്ങനെ ചിക്കനൊക്കെ ആയിട്ട് വീട്ടിലെത്തി. നമുക്ക് കാല് തരണണ്ട്. കാല് 2 ഉണ്ടാവുള്ളൂ. രണ്ടാമത്തെ ചിക്കൻ്റെ അവൻ കാലെടുത്തില്ല. 3 ആണോ? ഇവിടെ തൂക്കത്തിന് എന്റെ വില. നമ്മുടെ അവിടെ ഇവിടെ തൂക്കത്തിനാണെന്ന് എനിക്കറിയില്ല. ഞാനവിടെ ചെന്നപ്പോ അവിടെ ഓൾറെഡി ചിക്കൻ അവര് ക്ലീൻ ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ക്ലീൻ ചെയ്ത് വെച്ച ഒരു കോഴിനെ എടുത്തിട്ട് വെട്ടി കുറിച്ച് നമുക്ക് തന്നത് 220 രൂപ കിലോ. തൂക്കത്തിന് വില മീൻസ് നമ്മുടെ തൂക്കത്തിന് തന്നെ വില. അല്ലടി ഇവിടെ ഇറച്ചി മൊത്തത്തില് ഇറച്ചിക്കാണോ വില? ഇറച്ചി തൂക്കത്തിനാണ് വില. ഇവിടെ വിത്ത് വേസ്റ്റ് അടക്കം. അല്ല വേസ്റ്റ് ഇല്ലാണ്ട് ഇത്രയും പോരെ ഇപ്പൊ മതി. എല്ലാവർക്കും ഉണ്ടാവില്ലേ? നമുക്ക് ഇപ്പൊ കഴിക്കാൻ വേണ്ടി ചേച്ചി ഓൾറെഡി പോയിപ്പോ കറിയൊക്കെ വെച്ചിട്ടുണ്ട് പോയിക്കണേ. മുട്ടക്കറി, പിന്നെന്താ രാവിലത്തെ ക്യാരറ്റ് ഉപ്പേരി, ചോറ്, അത് ക്യാരറ്റ് ഉണ്ട് ഒക്കെ വെച്ചിട്ടാണ് അവര് പോയേക്കണേ. പക്ഷെ ഞങ്ങളിങ്ങനെ ഇവിടെ ഇരുന്ന് എഡിറ്റ് ചെയ്തൊണ്ടിരുന്ന അഞ്ചിലോട് വർത്താനൊക്കെ പറയുന്നപ്പോ ഞങ്ങക്ക് ചിക്കൻ വറുത്ത് കഴിക്കാൻ അങ്ങനെ പോയി മേടിച്ചതാ. ഏകദേശം മസാല സാധനങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. കറക്റ്റ് എവിടെ ഇരിക്കണെന്ന് അറിയാത്ത കാരണം ഒരു തപ്പലുണ്ടായിരുന്നു. UP ചിക്കനും നമ്മുടെ ചിക്കനും ഒരേപോലെ തന്നെയുണ്ടോ? ശരി, കോഴികളൊക്കെ വരെ ബ്രാൻഡ് ആയതുകൊണ്ട് വ്യത്യാസങ്ങളൊന്നും ഇല്ല. മസാലകൾ മാത്രമേ പ്രശ്നക്കാരുള്ളൂ. മസാല പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ മസാല നോക്കിയാണ്. നാട്ടിലെ മസാല ഇവിടെ എങ്ങനെയാന്ന് നമുക്ക് അറിയില്ലല്ലോ. ചേച്ചി ഉപയോഗിക്കണമെന്ന് എങ്ങനെയാന്ന് അറിയില്ല. ഇത് മഞ്ഞപ്പൊടിയാണ് എന്തായാലും. കുറച്ച് മതി. 2 മുളക് പൊടി. കാശ്മീരി ഒന്ന് സാധാരണ. ഇതാണ് കാശ്മീരി. ഇതിനെ കാശ്മീരി കണ്ടിട്ട് മുളക് പൊടി തന്നെയാ. ഗരം മസാല വേണ്ട, നമുക്ക് ചിക്കൻ മസാല ഇടാം. ചിക്കൻ മസാല കുറച്ചിടണുള്ളൂ. ചിക്കൻ മസാല അറിയില്ല UP ചിക്കൻ മസാലയാണോ. കാരണം ഇവിടുത്തെ ടേസ്റ്റ് ജീരകത്തിന്റെ ഒക്കെ ആയതുകൊണ്ടേ വ്യത്യാസം. വ്യത്യാസം. ഇത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഉപ്പിട്ടില്ല. ഉപ്പ് എവിടെ അഞ്ജലി? ഉപ്പ് ഇവിടെ മുന്നില് കിട്ടി കിട്ടി കിട്ടി. ഉപ്പ് അറിയാവല്ലേ? കൂടിപ്പോയാലും കുഴപ്പമില്ല, ഇല്ലാണ്ടിരിക്കും. ഉപ്പ് കുറഞ്ഞാലും കുഴപ്പമില്ലെന്നല്ല എപ്പോഴും പറയാറ്. ഇത് ചിക്കൻ വറുക്കാം. വേപ്പല ഒന്നും ഇവിടെ കിട്ടില്ലല്ലേ? ഇവിടെ വേപ്പൊക്കെ എന്തേ വേറെന്തൊക്കെ വേണം നിനക്ക്? ഒന്നും വേണ്ട, ഞാൻ ചോദിച്ചത്. നമ്മുടെ അവിടത്തെ സിസ്റ്റം ഇവിടുത്തെ സിസ്റ്റം തമ്മിൽ വ്യത്യാസം ഉണ്ടല്ലോ. പുറത്തുണ്ടാ? അപ്പൊ നമുക്ക് വറുത്ത് എന്റെ ഇടയിലിടാം. ഇവരിവിടെ പിടിപ്പിച്ചിട്ടുണ്ടാവുന്നത് ഇവരുടെ ക്വാർട്ടേഴ്സിൽ കൃഷി ചെയ്യണ സ്ഥലമൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഉപ്പൊക്കെ ഉണ്ട്. UPയിലത്തെ ആദ്യത്തെ കുക്കിംഗ് തുടങ്ങാൻ പോവാണ്. ചിക്കൻ ഫ്രൈ. എന്നോട് അകത്തേക്ക് കയറ്റാറില്ല. ആക്ച്വലി അടുക്കളയിൽ കയറ്റാറില്ല ചേച്ചിനായിരുന്നു. 2 പേരും കൂടിയാണ് എല്ലാം ചെയ്യാറ്. ഞങ്ങൾ ഇവിടെ നിന്ന് ഓടിപ്പിക്കുക ചെയ്യാറ്. ഈ ഏരിയയിലേക്ക് വരണം. അപ്പൊ ആദ്യം നമുക്ക് നമ്മുടെ കാലുകളെ വറക്കാം. 3 കാലുണ്ട്. 3 കാല് നമുക്ക് വറുത്ത് വേഗം ചെയ്യണം. അപ്പൊ നമുക്ക് 3 പേർക്ക് കൂടി ഫസ്റ്റ് കഴിക്കാം. കാലിന്റെ കൂടെ കൊള്ളൊന്നുകൂടി വറുത്തോ, സ്പേസ് ഉണ്ടല്ലോ. നമുക്ക് നോക്കാം. വേപ്പിൽ എടുത്തിട്ട് വരാം. ഇവിടെയാണ് ഇവരുടെ വേപ്പുമരം ഉള്ളത്. വേപ്പുമരത്തുമ്മ ഉണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ഉണ്ട്. ഇതമ്മേന്ന് 2 പൊട്ടിച്ചോണ്ട് പോവാം. ഭയങ്കര പൊടിയാണ് ഇവിടുത്തെ വേപ്പുമ്മയൊക്കെ. ഇത് മതി ഇപ്പോൾ, 2 ആവശ്യമില്ലല്ലോ. അളിയൻ്റെ കാറ്. വേപ്പല ഒന്ന് കഴുകണം കേട്ടോ, നല്ല പൊടിയുണ്ട്. വേപ്പലയുമ്പോൾ നല്ല പൊടിയുണ്ടെന്ന്. എടി ഇത് ചൂടായി. പോരെ, ഇവർക്ക് കിട്ടാത്ത സാധനമല്ല. നമ്മളങ്ങനെ നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കണമല്ലോ, ആവശ്യമായിട്ടുള്ള ഉപയോഗിക്കരുത്. ഇത് വെളിച്ചെണ്ണ തന്നെയാണോ? മതി, ഇത് ലക്ഷം എടുത്താൽ മതി.
മതി മതി മതി. നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കണ ഉപയോഗിക്കുന്നു. ഇത് ഏപ്പലിക്ക് വേറൊരു കട്ടിയുള്ള പോലെ തോന്നണല്ലേ. ഇവിടെ പിടിച്ചുണ്ടാവണ്ടല്ലോ. കാല് 1, കാല് 2, കാല് 3. ഒരു കാലോടെ പോയാവും. 2-3 ഐറ്റംസും കൂടി ചെരുവുണ്ടല്ലോ. പാത്രത്തിന് ചെരുവുണ്ടെന്നു. അത് അടുപ്പിനാണോ? രണ്ടും കൂടി വിട്ടേക്കാം. ടേസ്റ്റ് ഉണ്ടല്ലോ. ഞാനും കാലം തിന്നോണ്ടിരിക്കുന്നതിനിടയിൽ അവർ വരുമ്പോ കൊടുക്കുന്നത് വേണ്ടേ. ഓക്കെ, ഞങ്ങൾ ആദ്യം വിചാരിച്ചു സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്യാന്ന്. അപ്പൊ ഓർഡർ ചെയ്യാൻ നോക്കുമ്പോ 35 മിനിറ്റ് 40 മിനിറ്റ് ഒക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ ബ്രോസ്റ്റഡ് ചിക്കനും അല്ല വേറെന്താ സാധനമൊക്കെ കാണിക്കണം. എന്ത് അങ്ങനത്തെ സാധനമൊക്കെ കൂടുതലുള്ളൂ. അപ്പൊ അതുകൊണ്ട് പിന്നെ ഞങ്ങളത് ഉപേക്ഷിച്ചത്. യെസ് യെസ്. വന്നതിന്റെ പിറ്റേ ദിവസമായി ഞാനിവിടെ സെറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ തല ചെരിച്ചു വെച്ചൊന്ന് കിടന്നിരുന്നു. അന്ന് ചെറുതായിട്ട് കഴുത്തിന് വേന വന്നു. പിന്നെ അവിടെ പോയി. പക്ഷെ ഇന്ന് നേരം കൊടുത്തപ്പോഴും കഴുത്ത് അനക്കാൻ പറ്റണല്ലോ. ഇവിടെ ഭയങ്കര വേന. അധികം സൈഡ് ഇവിടെ ആയിട്ട് ഭയങ്കര ഒരു പ്രത്യേകം. എവിടെ വേനാന്ന് എനിക്ക് അറിയില്ല. ഞെക്കിയിട്ടൊന്നും വേന എടുക്കണില്ല. പക്ഷെ കഴുത്ത് അനക്കുമ്പോൾ ഭയങ്കര വേന തന്നെ. അപ്പൊ ഇന്ന് പറ്റിയാൽ ചിലപ്പോൾ ആളുകളൊക്കെ വന്നു കഴിയുമ്പോൾ ഒന്ന് ഡോക്ടറിൻ്റെ അടുത്ത് പോകണമെന്നുണ്ട്. കാരണം ഭയങ്കര വേണം. സഹിക്കാൻ പറ്റാത്ത വേണം. തല ഒന്നും ഇങ്ങനെ അനക്കാൻ പറ്റണില്ല. അപ്പൊ നമ്മുടെ ചിക്കൻ എന്താ വെന്ത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. നന്നായിട്ട് വന്നുണ്ടോ? വെന്തിട്ടുണ്ടെങ്കിൽ ഓക്കെ. ഇതൊന്നും തോന്നണല്ലേ. അതെടുത്തോ അതെടുത്തെടുത്തെടുത്തോ. കഴിക്കാൻ വേറെ പാത്രം അടുത്ത ട്രിപ്പ് ഇടലുണ്ട്. അപ്പൊ ഞങ്ങള് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ചിക്കൻ റെഡി ആയിരിക്കുന്നു. അഞ്ജലി ലെറ്റ്സ് തിന്നാം. ഇവിടെയാണോ വയ്ക്കണ്ടേ? എവിടെ വയ്ക്കണ്ടേ? അപ്പൊ നമ്മുടെ പപ്പടം മറക്കിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നു. നേരത്തെ ചെറുതായിട്ട് കരി ഒഴുകിട്ടാ. മാങ്ങാനും കരിയല്ല മുരിഞ്ഞിട്ട് നന്നായിട്ട്. സോസൊക്കെ ഇട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട് ഞാനും അഞ്ജലിയും കൂടി. കാലായിരുന്നു ഉദ്ദേശിച്ചത്. ഞങ്ങളെ ചേച്ചിയും ചേട്ടനും വരുമ്പോ ആനയിക്കാൻ നിൽക്കുന്നതാണ്. ഇത് ഞങ്ങൾ കഴിച്ച പാത്രമാണ്. ഒരു ട്രിപ്പ് കഴിഞ്ഞ് രണ്ടാമത്തെ ട്രിപ്പ് ഫ്രൈ ചെയ്യാൻ വെച്ചേക്കാം. അപ്പൊ ബാക്കിയുള്ള ചിക്കനിൽ ഞാൻ കുറച്ച് സവോളയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് ഫ്രൈ ആക്കി സെറ്റ് ആക്കിയിട്ടാ. അപ്പൊ അവര് വന്നിട്ടുണ്ട്. ആ തുറക്ക് ആയിരുന്നു. പാട്ടേതാന്ന് വട്ടായോന്ന്. മമ്മി ഒന്നു തട്ട് മമ്മി.
ബെസ്റ്റ് ആൾക്കാരെ ഏൽപ്പിച്ചു. ലാസ്റ്റ് ബീച്ച് കൊട്ടു നിർത്തും.